ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഭാരതം വീണ്ടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 78 വർഷങ്ങൾ പൂർത്തിയായി. ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീര വ്യക്തിത്വങ്ങളെ ഇത്തരുണത്തിൽ സ്മരിക്കാം. ഇന്ത്യൻ ഭരണകർത്താക്കളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ശാസ്ത്ര, സാങ്കേതിക, വ്യാവസായിക, ബഹിരാകാശ, കായിക മേഖലകളിൽ അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുവാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ അഭിമാനിക്കാം. സ്വാതന്ത്ര്യദിനം ഒരു വിമർശനാത്മക വിശകലനത്തിന് വിധേയമാകേണ്ട അവസരം കൂടിയാകണം. പല കാരണങ്ങളാൽ സാമൂഹിക അസമത്വവും അസഹിഷ്ണുതയും വർദ്ധിക്കുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഓരോ പൗരനും അനുഭവവേദ്യമാകുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ തനിമ. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എന്തു വില കൊടുത്തും സംരക്ഷിക്കപ്പെടണം. ഇന്ത്യയുടെ സമഗ്രതയെ തകർക്കുന്ന ബാഹ്യവും ആന്തരികവുമായ ശക്തികളെ തിരിച്ചറിയുകയാണ് ആവശ്യം. അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങൾക്കുമെതിരെ ഭാരതീയർ എന്ന നിലയിൽ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവിലാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി. ജാതി, മത, സാമുദായിക വേർതിരിവുകളെ പർവ്വതീകരിച്ച് അന്യോന്യം വിദ്വേഷം വളർത്തുന്നതിനുള്ള കാരണമായി കാണാതെ വ്യത്യസ്തതകളെ സംയക്കായി സമ്മേളിപ്പിച്ച് ബഹുലതയിലൂടെ രാജ്യത്തെ സുന്ദരമാക്കുകയാണ് ഇന്ന് ആവശ്യം. ആരോഗ്യകരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടും പരസ്പരം വീക്ഷണങ്ങളെ മാനിച്ചും പൊതു തത്വങ്ങൾ കണ്ടെത്തുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ജനാധിപത്യം അഭിവൃദ്ധിപ്പെടും. ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധത നമുക്ക് പുതുക്കാം. നമ്മളുടെ രാജ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് സ്വയം പ്രതിജ്ഞാബദ്ധരാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്.